വെണ്ണലയിൽ നിന്നുള്ള ഒരു ക്ഷേത്രം നൽകിയിരിക്കുന്നു. അതും വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനിലയിലാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാത്ത ഒരാളാണ്. ഞാൻ ഒരു പരിപാടിക്കും പോയാലും ഞാൻ ജസ്റ്റ് അവിടെ കൈ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അമ്മയിൽ നടക്കുന്ന പ്രശ്നം വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ പറഞ്ഞതാണ് സത്യം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ശ്വേതാ മേനോൻ ഉൾപ്പെട്ട അവിടെ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്ന വൃത്തികേടുകൾ, അതായത് സാമ്പത്തിക ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നത് അത് ഏത് ക്ഷേത്രമാണെന്നും അതിന് ആരാണ് ഇടനിലക്കാരൻ, അല്ലെ ആരാണ് ഇതിനകത്ത് കളിച്ചത്. അതായത് ദല്ലാൽ നന്ദകുമാർ നിങ്ങൾ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആരെന്ന് കേട്ടാൽ ഞെട്ടും. ഈ നന്ദകുമാറാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിന്നുകൊണ്ട് ഈ ഒരു പണ ഇടപാട് നടത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ദുരൂഹത വലുതാണ് എന്നുള്ളതാണ്. വൻ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ നന്ദകുമാറിന്റെ ഉദ്ദേശം എന്താണ്? അവൻ എന്തിനു കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പണം, ഭക്തര് കൊടുത്ത പണം കൊണ്ടുവന്ന് എന്തിനാണ് ഈ ഒരു അമ്മ സംഘടനയ്ക്ക് ആർഭാടമായിട്ട് ചില അവരുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് എന്തിന് ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട ഭക്തരുടെ പണം കൊണ്ടു കൊടുത്തു എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് മക്കളെ. ശ്വേതാ മേനോൻ ഉൾപ്പെടെ. അപ്പൊ അൻസിബ പറഞ്ഞത് കൃത്യമാണ്. ഇതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട് എന്ന് അൻസിബ ആരോപിച്ചത് സത്യമായി വരുന്നുണ്ട്. അതുമല്ല, ടിനി ടോം തന്നെ വർഗീയവാദി എന്ന് വിളിച്ചതും സത്യമാണ് എന്നും തെളിയുന്നുണ്ട്. കാരണം ടിനി ടോമിനെതിരായിട്ട് അൻസിബ ഹസൻ എന്ത് ചെയ്യുന്നുണ്ട്? കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത. നമുക്കൊന്ന് കേൾക്കാം. റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ എക്സ്ക്ലൂസീവ്. താരസംഘടനയായ അമ്മയിൽ തർക്കങ്ങൾ മുറുകുന്നതിനിടെ വിവാദ സ്പോൺസർഷിപ്പിന്റെ നിർണായക വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. അമ്മ കുടുംബ സംഗമത്തിന്റെ പ്രധാന സ്പോൺസർ ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ ക്ഷേത്രമെന്ന് തെളിയിക്കുന്ന ധാരണാപത്രം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നു. വെണ്ണല മഹാദേവ ക്ഷേത്രം അമ്മയുടെ കുടുംബ സംഗമത്തിന് നൽകിയത് 75 ലക്ഷം രൂപയാണ്. കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറുമാണ് സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചത്. 2 ഘട്ടമായി പണം നൽകണമെന്ന ധാരണയിൽ ക്ഷേത്രം മുൻകൂറായി നൽകിയത് 30 ലക്ഷം രൂപയാണ്. ഇതിനെ അൻസിബ എതിർത്തെങ്കിലും ഭൂരിപക്ഷ പിന്തുണയോടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഋഷിപാലും അർജുൻ കണ്ടല്ലോ. വെണ്ണല മഹാദേവ ക്ഷേത്രമാണ് അവിടെ നിന്ന് 1-2 പൈസയുടെ 75 ലക്ഷം രൂപയാണ് ഇവർക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തത്. അത് കൊടുത്തത് ദല്ലാൽ നന്ദകുമാറാണ്. ഈ നന്ദകുമാർ എങ്ങനെ ഇതിനകത്ത് ചെന്ന് പെട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ പ്രസിഡന്റ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്നാ പറയുന്നത്. 75 ലക്ഷം. ഒരു ക്ഷേത്രവും ഇങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്ന ചരിത്രമില്ല എന്നുള്ളതാണ്. അവർ ഇങ്ങോട്ട് ക്യാഷ് വാങ്ങത്തേ ഉള്ളൂ. അല്ലാതെ ഈ ക്യാഷ് വാങ്ങുന്ന എന്തിനാണ്? ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ വരുന്ന അല്ലെ ഭക്തർ കൊടുക്കുന്ന അവിടുത്തെ ആ പണം അവരുടെയൊക്കെ അവിടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും, പുനഃപ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇവർ ചെലവാക്കുന്നത്. ഇവർ പൊതുവെ മറ്റുള്ളവരിൽ നിന്ന് സംഭാവന വാങ്ങുകയാണ് ചെയ്തത്. ഇതൊരു വിചിത്രമായ ഒരു സംഭവമാണ്. അമ്മാ സംഘടനയ്ക്ക് ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും അവിടുത്തെ ഭക്തർ കൊടുത്ത പണം എടുത്ത ഒരു അമ്മാ സംഘടനത്തെ അവരുടെ ആർഭാട അട്ടഹാസത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുക എന്നും, അതും 75 ലക്ഷം രൂപ കൊടുക്കുന്നു, തുടക്കം 30 ലക്ഷം കൊടുക്കുന്നു, ബാക്കി 2 തവണയായിട്ട് ഈ ഒരു പൈസ കൊടുക്കാമെന്ന് പറയുന്നു. ഇതിന്റെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നത് നന്ദകുമാറാണ് എന്നും കൂടി പറയുമ്പോൾ ഇതിനകത്ത് വൻ ദുരൂഹതയുണ്ട് എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. മട്ടന്നൂരും ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, വളരെ വിചിത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഏതെങ്കിലും സാംസ്കാരിക പരിപാടികൾക്ക് ഇത്തരം സ്പോൺസർഷിപ്പ് അങ്ങോട്ട് നൽകുന്ന പതിവില്ല. ഒരു ക്ഷേത്രവും ഏതെങ്കിലും ഒരു സ്വകാര്യ സംഘടനയ്ക്ക്, ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അങ്ങോട്ട് സ്പോൺസർഷിപ്പ് നൽകിയ ചരിത്രമില്ല. പകരം ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സംഭാവനകൾ നൽകുന്ന പതിവാണുള്ളത്. ഇവിടെ ആ പതിവ് വിട്ട് ഇവിടെ 30 ലക്ഷം രൂപ അമ്മയുടെ സ്വകാര്യ കുടുംബ സംഗമത്തിന് വെണ്ണലയിൽ നിന്നുള്ള ഒരു ക്ഷേത്രം നൽകിയിരിക്കുന്നു. അതും വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനിലയിലാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിലാണ് അൻസിബ പ്രതികരിച്ചത്. അൻസിബ തന്നെ പറയുന്നുണ്ട് അത് ബൈലോയ്ക്കെതിരാണ്. ഏതെങ്കിലും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ കഴിയില്ല, ഡൊണേഷൻ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോ ഈ കേസിൽ എന്ത് ചെയ്തു അൻസിബ? ഈ ഒരു കേസിൽ എന്ത് ചെയ്തു? ഇത് നടക്കില്ല. കാരണം അൻസിബ അവിടെ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഏതെങ്കിലും നമ്മളൊരു സ്ഥാപനം നടത്താൻ അവിടെ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് അത് തെറ്റാണ്. മനസ്സിലായി? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടി ഡൊണേഷൻ ആയിട്ട് വാങ്ങാം, പക്ഷെ അത് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് തെറ്റാണ്.
അപ്പൊ അതിനെ എന്ത് ചെയ്തു, ഈ പറയുന്ന അൻസിബ എതിർത്തു. പക്ഷെ ഇവരെന്ത് ചെയ്തു, അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും അതിനെ അനുകൂലിക്കുകയാണ് എന്ന് ചെയ്തു പറഞ്ഞത് കൊണ്ട് ഇവർ ഈ കേസ് വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇനി ദല്ലാൾ ഈ പറയുന്ന നന്ദകുമാർ എന്ന് വെച്ചാൽ അവനൊരു ഒരു രാഷ്ട്രീയ ബ്രോക്കർ വേണമെങ്കിൽ പറയാം. പല കാലത്ത് ജഡ്ജിയെ വരെ പൈസ കൊടുത്ത്, അതായത് പല വിഷയങ്ങളിലും രാഷ്ട്രീയമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനകത്തൊക്കെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കളിച്ച ഒരാളാണ് ഈ പറയുന്ന ദല്ലാൾ നന്ദകുമാർ. അതായത് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സോളാർ കേസിൽ പരാതിക്കാരിയുടെ ആ വിവാദ ലെറ്ററില്ലേ, ആ ലെറ്റർ ക്യാഷ് കൊടുത്തു വാങ്ങിച്ച് പുറത്തു വിട്ട ആളാണ് ഈ പറയുന്ന നന്ദകുമാർ. ജഡ്ജിയെ സ്വാധീനിച്ച കേസുണ്ട്, പിന്നെ ലാവ്ലിൻ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന യവൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ സാമ്പത്തിക തിരിമറിയും ദുരൂഹതകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പുള്ളി ഇത്രയും ബ്ലാക്ക് മാർക്കിൽ നിൽക്കുന്ന ഒരു പുള്ളി പ്രസിഡന്റായിരിക്കുന്ന വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം രൂപ ഭക്തർ കൊടുത്ത പൈസ അതിനെ എടുത്ത് അമ്മയെ പോലുള്ള ഒരു ഈ പറയുന്ന സിനിമാ സംഘടനയ്ക്ക് അവരുടെ കൂത്താടാൻ വേണ്ടി, അവരുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുമല്ല, ഇങ്ങനെ ക്യാഷ് കൊടുക്കുമ്പോൾ അവിടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ, അല്ലെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതോ പ്രസിഡന്റ് സ്ഥാനം ആയതുകൊണ്ട് സ്വമേധയ ഏകാധിപത്യമായിട്ടൊരു തീരുമാനമെടുത്ത് യവൻ തന്നെ കൊടുത്തതാണോ എന്നുള്ള ഒരു സംശയം ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇനി യവൻ എന്തിനാണ് ഇത് കൊടുത്തത് അത് നമുക്കറിയണല്ലോ. എന്തിനാണ് ഇവൻ ഈ പറയുന്ന അവന്റെ അവൻ പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഈ അമ്മ സംഘടനയ്ക്ക് എന്തിനു കൊടുത്തു, അതിന്റെ അവന്റെ ഉദ്ദേശം എന്ത്, അവരെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതിനു മുമ്പേ മറ്റൊരു നടൻ പറഞ്ഞ ഒരു വെളിപ്പെടുത്തലും കൂടി കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അൻസിബ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ അവിടെ കടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അങ്ങനെ ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് അതിന്റെ ട്രൂത്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളെ പോലെ ഭാരവാഹികൾ, ഞങ്ങളെ പോലെ മാത്രമല്ല, അവിടെ എത്രയോ പേർക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട്, എത്രയോ പേരുടെ ജീവിതം അതിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സിനിമകളൊന്നുമില്ല, അവിടെ എല്ലാവരും നിൽക്കുന്നവരും അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല, കുറച്ച് വെൽഫെയറും ഉണ്ട്. ആ വെൽഫെയർ മറികടന്ന് വേറെ രീതി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയുള്ള പരിപാടിയല്ല. എന്തെങ്കിലും കഠിനമായ എന്തെങ്കിലും ശരിക്കുമുള്ളൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ ഇത്തവണ ജനറൽ ബോഡി മീറ്റിങ്ങിനും. അത് മാത്രമല്ല, ഈ ഒരു കമ്മിറ്റി വെച്ച് ഈവൻ ഞാനും വോട്ട് ചെയ്തൊരു ഈ കമ്മിറ്റിയാണ്. പക്ഷേ ഇവിടെ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം പൊട്ടന്മാരാവൂലേ? അപ്പൊ ഇതിന്റെ പ്രസിഡന്റ് ആയാലും അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇതൊരു ആൻസർ ഞങ്ങൾക്ക് തരണം. അല്ലെങ്കിൽ ഇത് വിഷമമുള്ളൊരു കാര്യം. കാരണം അൻസിബ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാത്ത ഒരാളാണ്. ഞാൻ ഒരു പരിപാടിക്കും പോയാലും ഞാൻ ജസ്റ്റ് അവിടെ കൈയടിച്ച് പാസ്സാക്കുകയുള്ളൂ. എന്നെ പോലെ ഒരാളെ സംസാരിപ്പിക്കുമെങ്കിൽ പിന്നെ അതിലെന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. ദാറ്റ്സ് ഇറ്റ്. വളരെ വ്യക്തമാണ്. അതായത് അൻസിബ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കേസാണ് എന്നാണ് ഈ പുള്ളി പറയുന്നത്. പുള്ളിയുടെ പേരെനിക്ക് മറന്നു, നന്ദന എന്തുവാണ് ഈ പുള്ളി പറയുന്നത്, അതല്ലേ? അൻസിബ വലിയൊരു ഓപ്പണപ്പാണ് ചെയ്ത്, വലിയൊരു തുറന്ന് കാട്ടലാണ്. അതായത് ഈ പറയുന്ന അമ്മയുടെ ഭാരവാഹികളായിരിക്കുന്ന സ്ത്രീജനങ്ങൾ കാണിക്കുന്ന അഴിമതി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവർ ഇതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സേതോ മേനോൻ, ലക്ഷ്മിപ്രിയ ഉൾപ്പെടുന്നവർ നല്ല രീതിയിൽ ക്യാഷ് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഈ നന്ദകുമാർ എന്തിനാണ് ഇതിനെ ഇവരെ കൊണ്ട് ക്യാഷ് കൊടുക്കുന്നത്? ഇവന്റെ ജോലി എന്താണ്? ഇവന്റെ ജോലി ഇടനില നിൽക്കുകയാണ്, ഇടനിലക്കാരനാണ്, ബ്രോക്കർ പണിയാണ്. അതായത് വലിയ വലിയ സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സിനിമ, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ ഇടനിലപ്പ്, അവർക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന വസ്തു വാങ്ങണം, അതിനൊക്കെ ഇടനിലയായിട്ട് നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവർക്ക് അത് കാര്യങ്ങൾ, അല്ലെങ്കിൽ പൈസപരമായിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ, അല്ലെങ്കിൽ ഇത്ര രൂപ അവന് കൊടുത്ത് ഇത് ഇപ്പൊ എനിക്കൊരു വസ്തു വാങ്ങണം, ഇപ്പൊ ഒരു വലിയൊരു സിനിമ കാണണം, എനിക്കൊരു വസ്തു വാങ്ങണം, അപ്പോൾ എനിക്കത് വസ്തു വാങ്ങാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യവനെ വെട്ടുകയും യവൻ ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇടനില നിന്ന് സംഭവം സാധിച്ചു. അതിപ്പോ ഇല്ലീഗൽ ആയിട്ടായിക്കോട്ടെ, ഈ പറയുന്ന ജഡ്ജിയെ സ്വാധീനിക്കുന്ന കേസായിക്കോട്ടെ, ഏതെങ്കിലും കേസുപരമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പെൺവിഷയമാണ്, ഇവിടെയൊക്കെ ഇടനില നിന്നുകൊണ്ട് ഇവൻ പിന്നീട് ബ്രോക്കർ പണി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ബ്രോക്കർ പണി ചെയ്ത് കുപ്രസിദ്ധി നേടിയ ഒരാളാണ് ഈ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്നവൻ. അവൻ ഇവിടെ ഈ അമ്മയിൽ വന്ന് ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഇവന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മയിലെ സിനിമാ നടനിൽ വലിയ മുൻതിര നടന്മാരും സാമ്പത്തികമായിട്ടുള്ളവരുമായിട്ടൊക്കെ ഇവര് ചെറിയൊരു അടുപ്പം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട്
എന്ത് ചെയ്യും, ഇവന് കുറെ നല്ലൊരു അടുപ്പം കിട്ടും, അവര് വഴി സൗഹൃദ വലയം സൃഷ്ടിക്കാൻ പറ്റും, അതുവഴി ഇവന്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ഇതിനകത്തുണ്ട്. അതുവഴി പിന്നീട് അവർ സൗഹൃദ വലയം കൂട്ടുമ്പോൾ അവർക്ക് വേണ്ടി വരുന്ന അവരുടെ ആവശ്യങ്ങൾ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അത് ഇല്ലീഗലായിട്ടോ നിയമപരമായിട്ടോ അല്ലെങ്കിൽ എന്തോ രീതിയിലെങ്കിലും ഏതെങ്കിലും ഉടായ്പ പോയി പിന്നീട് സാധിച്ചു കൊടുക്കുക, അതുവഴി സമ്പാദിക്കാനും ഇവന് കഴിയുമെന്നുള്ളത്. അതുമല്ല, ഇവന് മുമ്പുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സൗഹൃദ വലയം കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഫെയിം ഉണ്ടാവും, ആൾക്കാരിലെ ഒരു വിസിബിലിറ്റി ഉണ്ടാവും. ആ സമയത്ത് മറ്റേ പഴയ സംഭവം, പഴയ ബ്ലാക്ക് മാർക്കൊക്കെ പതുക്കെ മാറി ഇതുവഴി താങ്കൾക്ക് ബിസിനസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. ഇതിൽ ഒരു കാര്യം എഴുതി വെച്ചോ, ഇവൻ ഇതിനകത്ത് ഇവൻ എവിടെയൊക്കെ പോയി ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്, അവിടെയൊക്കെ എന്തെങ്കിലും ദുരൂഹത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അൻസിബ ഹസൻ പറഞ്ഞ കേസ് തന്നെ വംശീയമായിട്ട് എന്ത് പറയുന്ന ആക്ഷേപിക്കുന്നു, തന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നു, തന്നെ തെറി വിളിക്കുന്നു. ഈ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർ വന്ന ലക്ഷ്മിപ്രിയൊക്കെ പറയേണ്ട കേട്ടത് എന്റെ അമ്മോ ഭയങ്കര പതിവ്രതയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ലക്ഷ്മിപ്രിയ, ഈ ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന ആൾക്കാർ, ഇവരാണ് ഇതിനകത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക തിരിമറി നടക്കുന്നുണ്ട്. അതായത് മറ്റുള്ള അമ്മയിൽ ഉള്ള അതായത് പിന്നെ കലാകാരന്മാർക്ക് ഇപ്പം ആർക്കും ഈ എല്ലാവർക്കും സിനിമയിൽ അവസരവും കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ അവസരങ്ങളൊന്നും ഇല്ലാത്ത അവർക്കൊരു വെൽഫെയർ പോലെ അവർക്ക് പെൻഷൻ കൊടുക്കുക, കൈനീട്ടം കൊടുക്കുക, അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച ഈ അമ്മ പെൺപടകൾ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും, പെണ്ണുങ്ങൾക്ക് അതൊരു നല്ലൊരു നേട്ടം ഉണ്ടാകും എന്നിടത്ത് പെണ്ണുങ്ങൾക്ക് നേട്ടമുണ്ടായി എന്ന് മാത്രമല്ല മറിച്ച് കോട്ടമുണ്ടാക്കി. ഇത് വെച്ച് ഈ ഒരു അമ്മയുടെ തലപ്പത്തിരിക്കുന്ന സ്ഥാനം വെച്ച് പല ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരെ കോണ്ടാക്ട് അതുവഴി പൈസ തട്ടിയെടുക്കുക, സ്വന്തം കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്വേതാ മേനോനെ പോലുള്ളവർ ചെയ്തത് എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും എന്റെ സപ്പോർട്ട് നമുക്ക് ബിഗ് ബോസ് വെച്ച് ഈ അൻസിബയ്ക്ക് അറിയാം, അൻസിബ എല്ലാം ആപ്പറേറ്റാണ്, അൻസിബയായിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അവൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് എല്ലാം ചേർത്ത് അവളുടെ വാ അടപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്, വളരെ കുറുക്കി കൊള്ളുന്ന മറുപടി അൻസിബ കൊടുക്കും. അപ്പൊ അൻസിബയ്ക്ക് ഇത് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അൻസിബ അതിജീവിതയുടെ കേസും അൻസിബ എടുത്തിടാൻ കാരണം. അതിജീവിതയുടെ കേസിലും ഇവിടെ വേറെ കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിജീവിതയെ തിരിച്ചെടുക്കും എന്നുള്ള വാഗ്ദാനത്തോടു കൂടി വന്ന ഈ അമ്മയിലെ അംഗക്കാർ തൊട്ടടുത്ത മീറ്റിംഗിൽ പറയുന്നു അതിജീവിതയെ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇവിടെ പലരും എന്താണ് ഇതിനെ എതിർത്ത് നിൽക്കുന്നത്, ആരാണ് എതിർത്തത് എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അപ്പൊ അവിടെയും അണ്ടർഗ്രൗണ്ട് കളികൾ നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് വീട് കാണാം. ശരി.